സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ, തൻ്റെ കുടുംബം, ചേർന്ന് നിൽക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിൽ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയ റൂബിനും പ്രിയ ജെസ്സിയും പ്രിയ കുഞ്ഞുങ്ങളും, അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ മുഖാന്തരമാണ് ഈ ദൈവസഭ എന്നെ അറിയാനും എന്നെ ഈ ശുശ്രൂഷകൾക്ക് ക്ഷണിക്കാനും ഇടയാക്കിയത്. ദൈവമൊരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കുമായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ആത്മതപനത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവമുഖം അന്വേഷിക്കുന്ന ദൈവമക്കളോടൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹമാണ് എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമയം നമുക്ക് തെല്ലും കളയാനില്ല. അതുകൊണ്ട് ലഭിച്ച സമയം പ്രയോജനപ്പെടുത്തേണ്ടതിന് വേഗത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഈ പകലെത്തിരിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. മതി. കണ്ണുകൾ ദൈവസനിൽ ഒരു നിമിഷം അടച്ചാട്ട്. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം അടച്ചാട്ട്. പ്രിയ പിതാവേ, ഞങ്ങൾ ഈ നല്ല സമയത്തിന് കർത്താവിന് നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ തിരുമുഖം അന്വേഷിക്കാൻ സ്വർഗത്തിലെ അപ്പശൻ ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിന് സ്തോത്രം. ഈ വലിയ തിരക്കുള്ള രാജ്യത്ത് വളരെ തിരക്കുകളോടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ പാദപീഠത്തിൽ കിട്ടുന്ന അല്പനിമിഷങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവാൻ ദൈവം ഞങ്ങളെ ഇന്ന് രാവിലെ തൊടണമേ. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളെ സ്പർശിക്കണമേ. ദൈവവചനത്തിൻ്റെ വാതിലുകൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ഞങ്ങളെ ജീവിപ്പിക്കുന്നു. ആത്മാവിൽ എഴുതപ്പെട്ട വചനം ആത്മാവിൻ്റെ ശക്തിയോടെ കൈമാറാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഞങ്ങളുടെ മേൽ ഇന്ന് രാവിലെ ആ വചനത്തിൻ്റെ ജീവനും ശക്തിയും പകർന്നു തന്നാട്ട് കർത്താവെ, ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ഈ വചനത്തിലൂടെ പ്രാപിച്ചെടുക്കാൻ തടസ്സമായി ഞങ്ങളിലുള്ള എല്ലാ കുറവുകളെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. കുഞ്ഞാടിൻ്റെ തിരുരക്തം ഇന്ന് പകലിൽ ഞങ്ങളെ കഴുകുന്നതാകയാൽ ആ രക്തത്തിൻ്റെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കണമേ കർത്താവേ. അത്ഭുതം ഇന്ന് പകലിൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. ദൈവ മഹത്വം ഇന്ന് രാവിലെ ഞങ്ങളുടെ നടുവിൽ ചലിക്കുന്നല്ലോ. എല്ലാവർക്കുമായി സ്തോത്രം. അങ്ങയുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാൻ ദൈവമേ അങ്ങയുടെ കൃപയിൽ ശരണപ്പെടുന്നു. സാധുവിൻ്റെ ആദരത്തെ കർത്താവ് ശക്തീകരിക്കണമേ. കർത്താവ് ബലപ്പെടുത്തണമേ. പ്രയോജനമുള്ളതൊന്നും മറഞ്ഞു പോകരുത്. ദൈവാത്മാവ് വചനത്തിൻ്റെ വെളിപ്പാടുകളും പ്രകാശനങ്ങളും തുറന്നാട്ടെ. ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. സ്വർഗം അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടു കൃപയ്ക്ക് നന്ദി. വായിച്ച തിരുവഴുത്തിനായി സ്തോത്രം. അത്ഭുതകരമായി ആത്മാവ് ഇതിനെ പ്രകാശിപ്പിക്കുന്നതിനായി നന്ദി. മഹത്വം മുഴുവൻ കർത്താവിന്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിശുദ്ധ പിതാവേ, ആമേൻ. നമ്മുടെ ശബ്ദമുയർത്തി നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കർത്താവിൻ്റെ ദാസൻ എൻ്റെ പേര് പറഞ്ഞാണ് എന്നെ ക്ഷണിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പേര് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. 24 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ നിന്ന് ജീവനുള്ള ദൈവം യേശു ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കാനും ആ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനും സ്വർഗത്തിലെ ദൈവം
അവസരങ്ങളെ നൽകി. വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ പലവിധമായ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ജീവിതത്തിൻ്റെ മുമ്പിൽ പല നിലവാരങ്ങളിൽ ഉയർന്നു വന്നു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു എന്നതുകൊണ്ട് അതിനെയെല്ലാം ആ സമയങ്ങളിൽ തനിയെ കൈകാര്യം ചെയ്യാൻ വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്താൽ ചേർത്ത് കൊണ്ടുവന്ന ഒരുപാട് പ്രാർത്ഥനാ സഹകാരികൾ ആ സമയങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശ്വാസത്തിൽ എന്നെ ധൈര്യപ്പെടുത്താനും എന്നെ സഹായിച്ചു. എനിക്ക് ശേഷം എൻ്റെ സഹോദരനെ ഈ അത്ഭുതകരമാർന്ന ആത്മീയ അനുഭവത്തിലേക്ക് കൃപയാൽ ദൈവം നടത്തി. ഞങ്ങൾ 2 ആൺമക്കളാണ് ഞങ്ങളുടെ മാതാപിതാക്കൾക്കുള്ളത്. ആ 2 പേരും ഇങ്ങനൊരു വിശ്വാസം തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ശക്തമായ വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വന്നു. അതിൻ്റെ പ്രതിസന്ധികൾ സ്വാഭാവികമായും ഞങ്ങളുടെ 2 പേരുടെയും വിശ്വാസത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ടു. എന്നാൽ ഏറെയൊന്നും പറയാൻ തിരുവചനത്തിൻ്റെ പരിജ്ഞാനമോ ആത്മീയ അനുഭവത്തിൻ്റെ അറിവോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ കാര്യം മനസ്സിലായി: യേശു കർത്താവ് മാത്രമാണ് സത്യദൈവം. ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ഈ അനുഭവത്തിലേക്ക് വന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവർക്കറിയാം, മനുഷ്യരെക്കാൾ കൂടുതൽ ദൈവങ്ങളുള്ള ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ് ആ സമൂഹം. ദൈവങ്ങളുടെ കൂടുതൽ കൊണ്ടല്ല യേശുവിനെ ദൈവമായി സ്വീകരിച്ചത്. യേശു മാത്രമാണ് ദൈവം എന്ന് മനസ്സിലായതുകൊണ്ടാണ്. ആ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഇന്നും അറിയാമെന്നല്ല. പക്ഷെ ദൈവം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് ജീവിതത്തിനകത്ത് മാറ്റങ്ങളെ നൽകി. എന്നാൽ അന്ന് ഒട്ടുമേ അറിയാത്തൊരു കാലഘട്ടം. വേദപുസ്തകം തുറന്നു വച്ചാൽ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സമയമാണത്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ മുമ്പിലിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുകൊണ്ടുമല്ല, എനിക്കിത് വായിച്ചിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഞാനിത് മനസ്സിലാക്കാതിരിക്കുമ്പോഴും പല യോഗങ്ങളിലും ചെന്നിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ശുശ്രൂഷിക്കാൻ വന്ന ദൈവഭൃത്യന്മാർ ആത്മനിയോഗത്തോടെ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്: നീ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടും, നീ യേശുവിനെ പ്രസംഗിക്കും. പലപ്പോഴും നെടുവീർപ്പോടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഇതറിയാതെ ഞാൻ എങ്ങനെ പ്രസംഗിക്കും? പക്ഷേ സ്വർഗത്തിലെ ദൈവം വ്യാജം പറയത്തില്ല. ദൈവം ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ. സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ വാക്കുമാറ്റും. എന്നാൽ ഒരു സാഹചര്യത്തിലും മാറാത്ത ഒരു ദൈവം ഇന്ന് രാവിലെയും നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് രാവിലെ നമ്മളും ജീവിക്കുന്നെന്ന് നമുക്ക് പറയാൻ കഴിയണം. കർത്താവ് നമ്മളെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിപ്പോയേനെ. സർവശക്തനായ ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവത്തിൻ്റെ കരുതലുമാണ് നമ്മളെ ഇങ്ങനെയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളോട് പാടാനും പ്രാർത്ഥിക്കാനും കൈയടിക്കാനും സ്തോത്രം പറയാനും നമ്മളോട് ആരും പറയണ്ട. കാരണം ദൈവം നടത്തിയ വഴികളെ ഓർത്താൽ കണ്ണുനീരോടെ അല്ലാതെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല.
എൻ്റെ മാതാപിതാക്കളെ കർത്താവ് ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. കൃപയാൽ കുടുംബമായി കർത്താവിനെ ആരാധിക്കാൻ ഞങ്ങളുടെ ദേശത്തു നിന്ന് കർത്താവ് ഞങ്ങളെ വേർതിരിച്ചു. എൻ്റെ മാതാപിതാക്കൾ ഈ വിശ്വാസത്തിലേക്ക് വന്നതോടുകൂടെ വലിയ ക്രൈസിസുകൾ ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അത് ആത്മീയമായും ഭൗതികമായും ഒക്കെ വലിയ തകർച്ചകളിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തത ഭയങ്കരമായിരുന്നു. കർത്താവിനെ നോക്കിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചതെങ്കിൽ നമ്മുടെ തല താഴാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. കാരണം വചനം പറയുന്നത് അങ്ങനെയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ. അനുഭവമുള്ള ദൈവമക്കളുടെ മുമ്പിലാണ് ഇന്ന് രാവിലെ ഞാൻ നിൽക്കുന്നത്. ശക്തമായി പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളാണ് എന്നെ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനുഷ്യരാരും നമ്മളെ സഹായിക്കാൻ വരാത്തിടത്ത് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാവിലെ? ഞാൻ സാക്ഷ്യം പറയാനല്ല എഴുന്നേറ്റ് നിൽക്കുന്നത്, എങ്കിലും ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വന്നതെന്ന് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുണ്ട്. മൂത്ത കുഞ്ഞ് ആൺകുഞ്ഞാണ്. അവൻ BCom വിത്ത് ACCക്ക് പഠിക്കുന്നു. രണ്ടാമത്തത് മോളാണ്. മൂന്നാമത്തത് മോളാണ്. രണ്ടാമത്തെ കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ കുഞ്ഞ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുടുംബമായി മൂവാറ്റുപുഴയ്ക്കടുത്ത് പാർക്കുന്നു. എനിക്ക് സഭാ ശുശ്രൂഷയില്ല ഉണ്ടായിരുന്നു. ശുശ്രൂഷകളുടെ യാത്രകളും തിരക്കുകളുമൊക്കെ വന്ന സമയങ്ങളിൽ അതിനേക്കാളുപ്പുറം ഒരു ആത്മനിയോഗത്തിലാണ് ഞാൻ ആ ശുശ്രൂഷകളിൽ നിന്ന് മാറി കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ദൈവം ഇന്നയോളം നടത്തി. ഈ രാജ്യത്തും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. എന്നെ നന്നായി അറിയാവുന്ന ആളുകളാണ് പ്രിയ റോബിനും ജിസ്സിയും. പ്രത്യേകിച്ച് റോബിൻ. ഒരു മസ്കറ്റിലായിരിക്കുമ്പോൾ ആ രാജ്യത്ത് പല പ്രാവശ്യം കടന്നു ചെല്ലാൻ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. കടന്നു ചെല്ലുന്ന സമയങ്ങളിൽ പലപ്പോഴും പ്രിയ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് പാർക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. നല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് പ്രിയ റോബിനും ജിസ്സിയും. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാജ്യത്ത് കർത്താവ് പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്നല്ലോ. എനിക്കും ഇന്ന് പകലിൽ ഈ രാജ്യത്ത് വന്ന് അവരുടെ നന്മകളെ കാണാൻ, അവരോടുകൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓർക്കുമ്പോഴൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് സാവകാശം തരട്ടെ. ഞാനും പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും നമുക്ക് ഓർക്കാൻ കഴിയത്തില്ല, പക്ഷെ ഓർക്കുമ്പോഴൊക്കെയും നമുക്ക് പരസ്പരം ഒന്ന് സ്തോത്രം ചെയ്യാൻ സാവകാശം കിട്ടും. അത് നമുക്ക് അനുഗ്രഹമായി തീരുമെന്നുള്ളതിൽ സംശയമില്ല. കരമുയർത്തി ഒന്നുകൂടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ആ വായിച്ച തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് പകലിൽ ദൈവവചന ധ്യാനത്തിന് ആധാരമായി വായിച്ചത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം
5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ് നാം പ്രാരംഭത്തിൽ വായിച്ചു കേട്ടത്. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. 5-ാം അധ്യായം ആരംഭിക്കുന്നത് യെരുശലേമിൽ ഒരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള യേശു കർത്താവിൻ്റെ യാത്രയെക്കുറിച്ചുള്ള സൂചന നൽകിക്കൊണ്ടാണ്. യെരുശലേമിൽ ഒരു ഉത്സവമുണ്ടായിട്ട് അവൻ യെരുശലേമിലേക്ക് പോയി. ശേഷം 2-ാമത്തെ വാക്യം മുതൽ കാണുന്നത് നമ്മൾ വായിച്ച ദൂതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങളാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ശാന്തമായി ഈ വചനം നമുക്ക് ഇന്ന് പകലിൽ ഒന്ന് സ്വീകരിക്കാൻ കഴിയണം. അതിനിടയിൽ വചനം നിങ്ങളുടെ ഉള്ളിൽ ഇടപെട്ടാൽ നിങ്ങൾ പ്രതികരിക്കാൻ മടിക്കരുത്. നിങ്ങൾ ആത്മാവിൽ പ്രതികരിക്കണം. ഒരു വചനം കേൾക്കുമ്പോൾ ആ വചനത്തോട് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം എന്നൊക്കെ പറയുന്നത് അത് ഒരു വിടുതലാണ്. അത് ആ വചനത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൻ്റെ പ്രതിഫലനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടു വരും. പ്രതികരിക്കുന്നവനോടാണ് പരിശുദ്ധയാത്മാവ് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഇടയിൽ കണ്ടുവരാറുള്ള ഒരു വലിയ ന്യൂനത, നമ്മൾ ആരാധനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, നമ്മൾ പ്രാർത്ഥനകളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷേ പലപ്പോഴും വചനധ്യാനത്തിൽ മാത്രം നമ്മൾ മാറിയിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകളിൽ കാണാറുണ്ട്. നിങ്ങളങ്ങനെയാണെന്നല്ല, കാരണം അതെന്തോ പാസ്റ്ററുടെ മാത്രം ഒരു ഉത്തരവാദിത്വമാണ്. പാസ്റ്റർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഞങ്ങൾ കേൾക്കാം എന്ന നിലവാരങ്ങളിലിരിക്കുന്ന ഒത്തിരി പേരെ ഞാൻ പല കൂട്ടായ്മകളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെന്നും അങ്ങനെ ഇരിക്കത്തുള്ളെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ വചനത്തോട് അസാധാരണമായി പ്രതികരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഭയങ്കര കൊതിയാണ് വചനത്തിൻ്റെ മുമ്പിൽ. അങ്ങനെ പ്രതികരിച്ച ആളുകളുടെ എല്ലാ നിലവാരങ്ങളിൽ ദൈവം വരുത്തിയ മാറ്റങ്ങളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വചനത്തിൻ്റെ മുമ്പിൽ ചിലപ്പോൾ ചിലർ കൈയടിക്കും, ചിലർ കൈയൊന്നും അടിക്കാതെ ശാന്തമായിരിക്കാറുണ്ട്. അപ്പോൾ അവർ വളരെ ആത്മീയത കുറഞ്ഞവരാണെന്നല്ല, ചിലപ്പോൾ അവർ അടുക്ക ചെല്ലുമ്പോൾ നമുക്ക് കാണാം, ദൂരെ നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ അവർ ആ വചനം കേട്ട് അവരുടെ ഹൃദയം പൊടിഞ്ഞ് അവരുടെ കണ്ണിൽ നിന്ന് ഭയങ്കരമായി അവരുടെ കണ്ണുനീര് അവരുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയും, ഒരുപക്ഷെ അസാധാരണമായി പ്രതികരിക്കുന്ന ശബ്ദമുയർത്തുന്നതിനേക്കാളൊക്കെ ഭയങ്കര റിസൾട്ടായിരിക്കും ഒരുപക്ഷെ ആ ഹൃദയം തകർന്നുള്ള ആ പ്രാർത്ഥനകളും ആ സ്വീകരണങ്ങളുമൊക്കെ. ആമേൻ. വേദപുസ്തകത്തിൻ്റെ അകത്ത് ശമൂവേൽ എന്ന് പറയുന്നൊരു ദൈവമനുഷ്യനെ നമുക്കറിയാം. ശമൂവേൽ വളരെ ബാല്യത്തിൽ കർത്താവിൻ്റെ പെട്ടകത്തോട് ചേർന്ന് കിടക്കാൻ അനുമതി കിട്ടിയ, അവസരം കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ. വാസ്തവത്തിൽ ദൈവശബ്ദം കേട്ടാൽ അത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിയാനുള്ള പരിജ്ഞാനം പോലും സ്വീകരിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ അവൻ്റെ അറിവ് നോക്കാതെ, അവൻ്റെ കഴിവ് നോക്കാതെ, അവൻ്റെ പരിചയം നോക്കാതെ അവൻ കിടക്കുന്ന ഇടത്ത് ഇറങ്ങി വന്ന ദൈവത്തെ നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന് നമ്മുടെ പരിചയം വേണ്ട പ്രിയരെ, ദൈവത്തിന് നമ്മുടെ കഴിവ് വേണ്ട. ദൈവം നോക്കുന്നത്, ദൈവം വിളിച്ചാൽ അടിയനിതാ എന്ന് പറയാനുള്ളൊരു മനസ്സ് ഇന്ന് രാവിലെ ഒരുവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കഴിവുള്ളവരുടെ നടുവിൽ കഴിവ് കുറഞ്ഞ നമ്മെ കർത്താവ് കരുത്തനാക്കി എഴുന്നേൽപ്പിച്ച് നിർത്തും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത.
ദൈവത്തിന് വേണ്ടത് കഴിവുള്ളവരെയല്ല, ദൈവത്തിന് വേണ്ടത് പ്രതികരിക്കുന്നവനെയാണ്. ഹല്ലേലൂയ. ആ ഭാഗം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയാൽ നമുക്ക് മുമ്പ് ഈ സമയം തികയത്തില്ല. എനിക്ക് ഈ ഭാഗത്ത് നിന്ന് കർത്താവ് തന്ന ചില പ്രകാശനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. അപ്പം യെരുശലേമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളത്തിൻ്റെ പശ്ചാത്തലമാണ് പരിശുദ്ധയാത്മാവ് ഈ 5-ാം അധ്യായത്തിൽ നമ്മോട് പങ്കുവെക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഈ ബാക്കിൽ പോയിരിക്കുന്ന എന്തിനത് ഇഷ്ടം പോലെ കസേര ഇവിടെ കിടക്കുന്നു. ദയവായി നിങ്ങൾ മുമ്പോട്ട് കയറിയിരുന്നേ. ആകെ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. കയറിയിരുന്നാട്ടെ പ്ലീസ്. അപ്പോഴും കണ്ടോ, ബാ കയറി വാ. നമുക്ക് അടുത്തിരുന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. കുഴപ്പമില്ലല്ലോ അല്ലേ? എനിക്ക് മുമ്പോട്ട് വരാലോ അല്ലേ? ഇനി ഒന്ന് കര ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയുമ്പോഴേ എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്നൊരു ചിന്ത വരുന്നത്, ഈ ശിഷ്യന്മാരെല്ലാം യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയൊരു മനുഷ്യനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് എൻ്റെ ചിന്ത. അത് മറ്റാരുമല്ല, അത് യോഹന്നാനാണ്. അതെന്താ? ഈ കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഇവരാരൊക്കെ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് യോഹന്നാൻ വിഷയമല്ല. പത്രോസ് എവിടെ ഇരിക്കുന്നതെന്ന് യോഹന്നാൻ നോക്കാറില്ല. കാരണം യോഹന്നാൻ ഒരു ഇരിപ്പിടം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് യോഹന്നാന് മാത്രമേ കിട്ടിയത്തുള്ളൂ. വചനം പറയുന്ന യോഹന്നാൻ കർത്താവിൻ്റെ മാറ് ചാരിയിരുന്നെന്ന്. അതുകൊണ്ട് മറ്റാർക്കും കൊടുക്കാത്ത വെളിപ്പാട് ദൈവം കൊടുത്തത് യോഹന്നാന്. പുതുനിയമത്തിൻ്റെ അകത്ത് ഏക പ്രവചന പുസ്തകമായ വെളിപ്പാട് പരിശുദ്ധയാത്മാവ് പകർന്നു കൊടുത്തത് പ്രതിസന്ധികളുടെ നടുവിൽ കടന്ന യോഹന്നാനാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്നിരിക്കാൻ നീ തയ്യാറായാൽ നിന്റെ പ്രതിസന്ധിയുടെ നടുവിലും അസാധാരണമായ ദൂതെഴുതാൻ കർത്താവ് നിന്നെ പ്രാപ്തനാക്കും. അതുകൊണ്ട് ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ ഏറ്റവും മുന്നിലിരിക്കണം, പിന്നിലല്ല ഇരിക്കേണ്ടത്. ഞാൻ എവിടെ ചെന്നാലും മുന്നിൽ ചെന്നിരിക്കും. അത് പ്രസംഗിക്കാനാണെങ്കിലും പ്രസംഗം കേൾക്കാനാണെങ്കിലും എനിക്ക് സന്തോഷം മുന്നിലിരിക്കാനാണ്. കാരണം ഞാൻ ഈ പകർച്ചകളെ വിശ്വസിക്കുന്ന ഒരാളാണ്. സ്തോത്രം. പകർച്ച എന്നൊക്കെ പറയുമ്പോൾ അത് ദുരുപദേശമൊക്കെ ആയിട്ടാണ് ഇന്ന് പലരും പറയുന്നത്. പക്ഷെ പകർച്ച വാസ്തവമാണ്. അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു ശുശ്രൂഷകനായി നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അതുകൊണ്ട് ദൈവസന്നിധിയിലുള്ള ആത്മപകർച്ചകളെ 100% ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നിയോഗമുള്ള ദൈവമനുഷ്യരുടെ കൈവപ്പിനകത്ത് അസാധാരണമായ രഹസ്യം മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് പൗലോസ് ശ്ലീഹ. അതുകൊണ്ടാണ് തടവറകൾക്കകത്ത് കിടക്കുമ്പോഴും പൗലോസിന് പറയാനുള്ളതൊരു തലമുറയോട്, മുപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്റെ മേൽ പകരപ്പെട്ട കൃപാവരങ്ങളെ നീ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് പറഞ്ഞാൽ കൈവപ്പിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു മിസ്റ്ററി ഉണ്ട്. അതൊരു വെളിപ്പാട്. പലപ്പോഴും നമ്മൾ ഒരു പ്രവാചകൻ വന്ന് നമ്മുടെ തലയിൽ കൈവച്ച് ഒരു ദൂത് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ചെവി കൊടുക്കുന്നത് കേൾക്കുന്ന ദൂതിനാ. പക്ഷേ സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞു, എടാ, ആ ദൂത് നീ കേൾക്കുമ്പോൾ തന്നെ നിന്റെ തലയ്ക്ക് മുകളിൽ വന്ന കൈവപ്പിനകത്തുകൂടെ നിന്റെ മേൽ വീഴുന്നൊരു പകർച്ചയുണ്ട്. ഈ വെളിപ്പാടെൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, സ്വർഗത്തിലെ ദൈവമേ, ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന സമയം തൊട്ട്
ഒത്തിരി അഭിഷിക്തന്മാർ എൻ്റെ തലയിൽ കൈവച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പകർച്ച വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ച് എൻ്റെ മേൽ വീണ കൈവപ്പുകളൊന്നും എനിക്ക് നഷ്ടമാകരുത്. എൻ്റെ മേൽ വെച്ച കൈവപ്പ്, വിശുദ്ധന്മാർ വെച്ച കൈവപ്പിൻ്റെ ആ കൈവപ്പിനൊത്തവണ്ണം ദൈവം പകരാൻ ആഗ്രഹിച്ച സകല പകർച്ചകളും എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ മൂർച്ച കൂട്ടണം, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ മൂർച്ച കൂട്ടണം. കർത്താവേ, ആ പകർച്ചകളെല്ലാം എന്നിൽ ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ശുശ്രൂഷകൾക്കകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എൻ്റെ വെളിപ്പാടുകൾക്കകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എൻ്റെ ശുശ്രൂഷകളുടെ യാത്രകൾക്കകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ നീ അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാവിലെ അതിനകത്ത് വെളിപ്പെട്ടു വരുന്നൊരു ജ്വലനമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷങ്ങൾ ആത്മാവിലൊന്ന് പോരാടി പ്രാർത്ഥിച്ച്, അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള സാവകാശം നമുക്കുണ്ട്. ഹൃദയം തുറന്ന് ഇന്ന് രാവിലെ അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആരെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ ഇന്ന് രാവിലെ ആ ദൂതിന്റെ വിടുതൽ യേശുവിൻ നാമത്തിൽ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ശുഡരമന ഹദനഗദലഗദന വൈഡമനഗദൽഗരാദി അർദ്ധന പ്രവസംധരാജന ദുരഗദലഗദന വൈഡമന. പകർച്ചയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ച തലമുറകളെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണാം. എന്നെ ഭയങ്കര സ്വാധീനിച്ച ഒത്തിരിയിടങ്ങളിൽ കൃപയാൽ പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്ന ഒരു മനുഷ്യനാണ് കർത്താവിൻ്റെ അഭിഷിക്തനായ എലീശ. ഗിൽഗാലിൽ നിന്ന് ആ മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് സഭ പണിയാനല്ല. ഗിൽഗാലിൽ നിന്ന് ആ മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് വേറെ ഒന്നിനുമല്ല. ഗിൽഗാലിൽ നിന്ന് ആ മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് ഒറ്റ പകർച്ചയ്ക്ക് വേണ്ടിയാണ്. അത് ഇന്ന് വരെ ഒരു തലമുറയും മുമ്പേ പോയ അഭിഷിക്തനോട് ചോദിക്കാത്ത നിലയിൽ ഒരു പകർച്ചയുടെ ദർശനം ആ ദൈവമനുഷ്യന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അത് താൻ ചോദിക്കുന്ന മനുഷ്യന് തൻ്റെ മേൽ പകർന്നു തരാൻ കഴിയുമോ എലീശയ്ക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നിട്ടും എലീശ ചോദിച്ചു, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി ഞാൻ കൂട്ടായ്മകളിൽ ചെന്നിരിക്കുന്നത് വേറൊന്നിനുമല്ല പ്രിയരെ. എനിക്കറിയാം എപ്പോഴാണ് ഒരുവന്റെ ചരിത്രം തിരിയുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ, അറിയില്ല. നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ല ഒരുപക്ഷെ നമ്മുടെ മേൽ കർത്താവ് ചിലത് കൈമാറുന്നത്. ഹോരബിന്റെ മുൾപ്പടർപ്പിൽ കത്തി നിൽക്കുന്ന ആ ദർശനത്തിലേക്ക് ഒരു സാധാരണ മനുഷ്യൻ കയറി ചെല്ലുമ്പോൾ ആ മനുഷ്യൻ അറിഞ്ഞുകൂടാ തൻ്റെ ചരിത്രം തിരിയുന്ന പകലാണതെന്ന്. ഒരു കാഴ്ചക്കാരനെ പോലെ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ആ മനുഷ്യൻ കയറി ചെന്നു. കയറുന്ന മനുഷ്യന് താഴ്വാരത്തിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ഈ കത്തി നിൽക്കുന്ന മുൾപ്പടർപ്പിന്റെ അകത്ത് വെന്തുപോകാത്ത കാഴ്ച എന്ത്? അതൊരു ചോദ്യമാണ്. എന്നാൽ അകത്തളത്തിൽ ഉയർന്ന ഒരു ചോദ്യം, അത് ചോദ്യമായി അവശേഷിപ്പിക്കാതെ അത് എന്തെന്ന് നോക്കാനുള്ള ഒരു മനസ്സ് ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടായി. അതാണ് ആ മനുഷ്യൻ പറഞ്ഞ്, ഞാൻ എന്തെന്ന് ഒന്ന് പോയി നോക്കട്ടെ. മോശ ഒറ്റയ്ക്കാ താഴ്വാരത്തി. പക്ഷെ എന്നിട്ടും മോശ സംസാരിക്കുന്നു, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാൻ മോശയോട് ചോദിച്ചു, മോശേ, നിങ്ങൾ ആരോടാ ഇത് പറയുന്നേ? വാസ്തവത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇത് മോശ പറയുന്നത് മോശയോട് തന്നെയാണ്. സഹോദരങ്ങളെ, സാധ്യതകൾ അടയുന്ന സമയത്ത് ഇന്ന് രാവിലെ നിന്നെ തന്നെ ദൂത് പറഞ്ഞൊന്നുറപ്പിക്കാൻ ദൈവം ഒരുപക്ഷെ ഒരു പ്രവാചകനെ അല്ല വിളിക്കുന്നേ, ആത്മാവ് ഇന്ന് പകലിൽ നിന്റെ ഉള്ളിലിരുന്ന് തന്നെ നിന്നോട് സംസാരിക്കും.
ആമേൻ. ആ കയറി ചെന്ന മനുഷ്യൻ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വചനമുണ്ട് അവിടെ. അവൻ അമ്മായിയപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് മരുഭൂമിക്കപ്പുറമുള്ള ഹോരേബിലെത്തി. നീ മരുഭൂമിക്കകത്തൂടെ യാത്ര ചെയ്യുമ്പോൾ നീ മനസ്സിലാക്കിക്കോ, ഈ മരുഭൂമിക്കപ്പുറം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നൊരു ഹോരേബുണ്ട്. മരുഭൂമി ഉണ്ടോ, കൂട്ടിമുട്ടലുണ്ട്. മരുഭൂമി ഉണ്ടോ, ഹോരേബുണ്ട്. ഹോരേബിൽ നീ കയറിയാൽ ഇന്ന് പകലിൽ ഇതുവരെ നീ സഞ്ചരിച്ചതുപോലെ അല്ല നീ സഞ്ചരിക്കാൻ പോകുന്നത്. നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ചില അധികാരത്തിൻ്റെ വടികളെ ദൈവത്തിന് നിന്റെ കയ്യിൽ കൈമാറ്റം ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ഉപവാസം വെറുതെ അല്ല, ഇത് ഒരു ഹോരേബ് വെളിപ്പെടാനാണ്. ഇതൊരു കൂട്ടിമുട്ടലിന് വേണ്ടിയാണ്. കാലങ്ങളുടെ പിന്നിൽ നീ കേട്ട ചില ദൂതുകളുടെ നിവർത്തിയിലേക്ക് നിന്നെ ചൂടറപ്പിക്കുന്ന അധികാരത്തിന്റെ വടിയുടെ കൈമാറ്റത്തിനു വേണ്ടിയാണ് ഇന്ന് രാവിലെ ദൈവം ഇതിനകത്ത് എന്നെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരോടൊക്കെയോ ആത്മാവ് ഇന്ന് രാവിലെ പ്രവചിക്കുന്നു. നീ ഓടിപ്പോന്ന മിസ്രൈമില്ലേ, നീ ഓടിപ്പോന്ന ദേശമില്ലേ, ഇനി ഒരിക്കലും അങ്ങോട്ടില്ല എന്ന് നീ ചിന്തിക്കുന്ന, നീ ഭയപ്പെട്ടോടിയ ഒരു മേഖലയ്ക്കകത്തെ നിന്നെ മടക്കി അയക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതെങ്ങനെയാ? നീ വന്നതുപോലെയല്ല, നിന്നെ ദൈവം പുറപ്പെടുവിക്കാൻ പോകുന്നത് ഒരധികാരത്തോടെയാണ്. ആമേൻ. ആരോടൊക്കെയോ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. നീ ഭയന്നോടിയ ദേശത്തേക്ക്, നീ ഭയന്നോടിയ നിന്റെ ജനത്തിന്റെ നടുവിലേക്ക് നിന്നെ ന്യായാധിപതിയും കർത്താവുമാക്കി വെച്ചതാര് എന്ന് ചോദിച്ച ചില ചോദ്യങ്ങളില്ലേ, നിന്റെ മുമ്പിൽ ഉയർത്തിയ ചില ചോദ്യങ്ങളുടെ സംഘർഷങ്ങൾക്കകത്ത് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ, അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവരക്ഷാർത്ഥം മോശ ഓടിയതുപോലെ ഇന്ന് രാവിലെ ഓടി വന്ന നിന്നെ ഈ മരുഭൂമിക്കകത്തു ദൈവം കൊണ്ടുവന്നത് വെറുതെയല്ല. ഒരു ഹോരേബിൻ്റെ മുമ്പിലേക്ക് നിന്നെ കൊണ്ടുവന്നിട്ട് നിന്നെ നിന്ദിച്ച, നിന്നെ തള്ളിപ്പറഞ്ഞ, നിന്നെ മാറ്റി നിർത്തിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് നിന്നെ മടക്കി അയച്ചിട്ട് ദൈവത്തിന് കാലങ്ങൾക്ക് മുന്നിൽ നിനക്കെതിരെ ഉയർന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. ഇന്ന് രാവിലെ സ്വർഗം പറയുന്ന ദൂത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മോശേ അന്ന് ചോദിച്ചത് നിന്നെ ആരാണ് നിങ്ങൾക്ക് ന്യായാധിപതിയും കർത്താവുമാക്കി വെച്ചതെന്നല്ലേ? ആ ചോദ്യത്തിന് നീ പറയണം, ഞാനാണ് ആക്കി വെച്ചതെന്ന്. ഇന്ന് രാവിലെ ഇറങ്ങി നിൽക്കുന്ന ദൈവം നിന്റെ വിളിയെ ഉറപ്പിക്കുന്നവനാണ്. ഓ, ആരാ വിശ്വസിക്കുന്ന ആ ദൂതൊക്കെ? ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വചനത്തിന്റെ വിടുതൽ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ആമേൻ. ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴാണ് ജീവിതത്തിന്റെ അകത്തൊരു തിരിവ് നടക്കുകയെന്ന് പറയാൻ കഴിയത്തില്ല. കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്തു. അപ്പം അതുകൊണ്ട് അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാത്തത് കൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ വേണം കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഇരിക്കാൻ. ഞാൻ വേഗത്തിൽ ആ വാക്യത്തിലേക്ക് വരാം. നിങ്ങൾ ശ്രദ്ധിച്ചോ? 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളം. ഇത് സ്ഥിതി ചെയ്യുന്നത് ആട്ടുവാതിൽക്കൽ എന്ന് പറയുന്ന ഒരിടത്താണ്. ആട്ടുവാതിൽ എന്ന് പറഞ്ഞാൽ യെരൂശലേം ദേവാലയത്തിലേക്ക് യാഗമൃഗങ്ങളെ പ്രവേശിപ്പിക്കുന്ന വാതിലാണ് ആട്ടുവാതിൽ. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, പുതിയ നിയമത്തിലെ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കാൻ കൈവീശി വരുന്നത് പോലെ പഴയ നിയമത്തിലെ ആരാധനക്കാരന് ആരാധനാലയത്തിൽ വരാൻ കഴിയുമോ? ആമേൻ.
ന്യായപ്രമാണത്തിൽ നിന്നൊക്കെ വിടുവിച്ചെന്ന് പറഞ്ഞാൽ എന്താ വിടുതലെന്നറിയാമോ? അതൊക്കെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ലാഘവത്തോടെയാണ് നമ്മളൊക്കെ ആലയത്തിലേക്ക്, നിങ്ങളുടെ കാര്യമല്ല, പിണങ്ങരുത്, പലരും ആലയത്തിലേക്ക് വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ലാഘവത്തോടെയാ. പക്ഷേ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ വചനമൊന്നും അനുസരിക്കില്ലേലും അവന് പുറമേ ഭയങ്കര ഭക്തിയാണ്. അപ്പോൾ യെരൂശലേം ദേവാലയത്തിലേക്ക് ആരാധനയ്ക്ക് വരുന്നവൻ വെറും കൈയോടെ ആലയത്തിൽ വരാൻ അനുവാദമില്ല. അവൻ യാഗമൃഗവുമായിട്ട് വേണം ആലയത്തിൽ വരാൻ. ഒരു സമയം കഴിഞ്ഞപ്പോൾ കൈവീശി വരാവുന്ന നിലയിലായി. കാരണം ആലയത്തിനകത്ത് തന്നെ ലേലം വിളി തുടങ്ങി. നമുക്കറിയാം. അങ്ങനൊരു പശ്ചാത്തലത്തിലാണ് യേശു ആലയത്തിൽ കയറി ആലയം എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന്. അതെ, സ്തോത്രം. അപ്പോൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പരീശന്മാരും പുരോഹിതന്മാരൊക്കെ പറഞ്ഞു, ഇനി ആലയത്തിലേക്ക് മൃഗങ്ങളെ കൊണ്ടുവരണ്ട, ആലയത്തിൽ തന്നെ മൃഗങ്ങളുണ്ട്, പൈസ കൊണ്ടുവന്നാൽ മതി, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ നിങ്ങൾക്ക് വാങ്ങി യാഗം കഴിക്കാനുള്ള സാവകാശമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്ത് എളുപ്പമാണെന്നറിയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ആലയത്തിനകത്തേക്ക് യാഗമൃഗങ്ങളുമായി വരുന്നവൻ ആലയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഗേറ്റാണ്, ഒരു വാതിലാണ് ഈ ആട്ടുവാതിൽ. അങ്ങനെയെങ്കിൽ ഈ ബെഥസ്ദ കുളം എല്ലാവർക്കും വളരെ പരിചയമുള്ള കുളമാണ്. രാവിലെ തൊട്ട് വൈകുന്നത് വരെ ധാരാളം ആളുകൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഈ ആട്ടുവാതിൽക്കൽ ഒരു കുളം, ആ കുളത്തിൻ്റെ പേര് ബെഥെസ്ദ എന്നാണ്. ബെഥെസ്ദ ഒരു പുതിയ കാര്യമല്ല പറയുന്നതെന്ന് എനിക്കറിയാം, നമുക്കെല്ലാം അറിയാം. ബെഥെസ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. കരുണയുടെ ഭവനം, കൃപയുടെ ഭവനം. എന്തുകൊണ്ടാണ് ഇതിനെ കരുണയുടെ ഭവനം എന്ന് വിളിക്കാൻ കാരണം? തിരുവചനം പറയുന്നത് ഈ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. 5 മണ്ഡപങ്ങൾ. ഈ 5 മണ്ഡപങ്ങളിലായി ഒത്തിരി ആളുകൾ കിടക്കുന്നുണ്ട് ഈ കുളക്കടവിൽ. ഇവരെന്തിനാണ് ഈ കുളക്കടവിൽ കിടക്കുന്നത്? വചനം പറയുന്നത് ഇവർ ഈ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അപ്പോൾ ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ വെള്ളം ചലിക്കും. ഹലോ, ഈ വെള്ളം ചലിക്കും. പക്ഷേ ഈ വെള്ളത്തെ ചലിപ്പിക്കുന്നത് മാനുഷികമായ ഒരു സംവിധാനം അല്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റായ കാര്യം. ഇന്ന് ചലനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചലനം ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പല കുളങ്ങളിലും ചലനമുണ്ട്. പക്ഷേ പല കുളങ്ങളെയും ചലിപ്പിക്കുന്നത് മാനുഷികമായ സംവിധാനങ്ങളാണ്. പക്ഷെ ബെഥസ്ദ കുളത്തിൻ്റെ പ്രത്യേകത, ഈ കുളത്തെ ചലിപ്പിക്കുന്നത് മാനുഷികമായ സംവിധാനങ്ങൾ അല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെ സംവിധാനമാണ്. ഞാനൊരു ദൂത് പറയാം ദൈവമക്കളെ, എല്ലാം നമുക്ക് നല്ലതാ. പക്ഷേ നമ്മുടെ കൂട്ടായ്മകളിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ചലനമാണ്. അഭിഷേകം വ്യാപരിക്കാത്ത ഒരു ശുശ്രൂഷകളും ശുശ്രൂഷയല്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ പ്രസംഗങ്ങളിൽ
നമ്മുടെ സ്പിരിച്വലായ എല്ലാ സാഹചര്യങ്ങളിലും ആത്മചലനം നടക്കണം. ആത്മചലനം നടക്കണമെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. ചിലരൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ ഇവിടെ ഭയങ്കര ആത്മസാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുക. ഞാനും പറയാറുണ്ട്. പക്ഷേ ഒരു ദിവസം എൻ്റെ ഉള്ളിൽ കർത്താവ് ചോദിച്ചു, ശരിയാണോ അത്? കാരണം ഒരു ചെറിയ ആത്മചലനം നടന്നിടത്തു പോലും സംഭവിച്ച കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. നിങ്ങളുണ്ടോ ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യം? ആത്മചലനം നടക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആത്മചലനം നടന്നാൽ രോഗിയായി വന്നവൻ രോഗിയായി പോകത്തില്ല. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഈ ഉപവാസത്തിൻ്റെ അകത്തൊന്ന് തിരിക്കണം. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങിറങ്ങാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവസാന്നിധ്യം ചലിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയല്ല പ്രിയരെ. പലതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പിന്നിലെ കാരണം എന്നാ? അതിനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളിവിടെ ഇല്ല, നമ്മൾ തന്നെ. അതാ പരിശുദ്ധയാത്മാവ് കൺട്രോൾ ചെയ്താലോ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഇരുന്ന മനുഷ്യന്റെ മേൽ ഒരാത്മനിയോഗത്തിന്റെ പകർച്ച വീണപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അവനോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ, എടാ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ? പ്രമാണമൊക്കെ ആയിട്ട് പലരും വന്നു, പക്ഷെ അതിനു മുമ്പേ അവൻ ആരാധനയെ കയറി. ഹല്ലേലൂയ. പക്ഷെ യഥാർത്ഥമായ ആരാധനയുടെ വെളിപ്പാടിലേക്ക് അവൻ കയറി വന്നപ്പോ നേരത്തെ ആരാധിക്കുന്നവനെന്ന് അവകാശപ്പെട്ടവൻ അസ്വസ്ഥനായി. അങ്ങനെയല്ലേ പുസ്തകം? വചനം പറയുന്നത്, വിടിവിക്കപ്പെട്ടവൻ അകത്ത് കയറിയപ്പോൾ അവന് സംഭവിച്ചതിനെ കുറിച്ച് അവര് സംഭ്രമിച്ചു പോയി. കാരണം ആ ആലയത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം നോക്കി, അകത്ത് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴും അകത്തുള്ളവനല്ല വിടുതലുണ്ടായത്, പുറത്തുള്ളവൻ അഭിഷേകത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു. മക്കളെ, ആത്മശക്തി നമ്മുടെ മേൽ വീണാൽ പുറത്തുള്ളവൻ അകത്ത് വരും. ദൈവസഭ ഈ ദിവസങ്ങളിൽ പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ദൈവമക്കളെ, നമ്മൾ ഈ ഉപവാസത്തിന്റെ അകത്ത് കുതിക്കേണ്ടത് അതാ. ഒരു പാസ്റ്റർ വന്നു, പുതിയൊരു മെസ്സേജ് കിട്ടി, പുതിയൊരു ദൂത് കിട്ടി, കുറെ പോയിന്റ് കിട്ടി, ഒരു പ്രയോജനമില്ല. ഈ പ്രസംഗത്തിന്റെ ശക്തി ഇന്ന് രാവിലെ നമ്മുടെ മേൽ, അതെൻ്റെ മേലും വ്യാപരിക്കണം, അത് നിങ്ങളുടെ മേലും വ്യാപരിക്കണം. അങ്ങനെ ആത്മശക്തി വീണവൻ എഴുന്നേറ്റാൽ എന്ത് സംഭവിക്കുമെന്ന് ഒരുത്തനും പറയാൻ കഴിയത്തില്ല. ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഞാനിത് അറിഞ്ഞെന്നല്ല എൻ്റെ അവകാശം, ഇതറിയാമോ എന്ന് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പാദപിടയിരുന്ന് അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുവനാണ് ഞാൻ. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്ന് പകലിൽ ഒരുപക്ഷെ ദൈവത്തിന് നമ്മളോട് മനസ്സലിഞ്ഞ് ആ ആത്മശക്തിയിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ചു നടത്താൻ വിശ്വസ്തന. കൊതിക്കുന്ന ഏതൊക്കെയോ ഹൃദയങ്ങൾ ഇന്ന് രാവിലെ ഇതിനകത്തോണ്ട് കേട്ടോ. നിന്റെ ആകം ഇന്ന് രാവിലെ പിടയ്ക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആ ദൂത് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. ആ വചനം ഇന്ന് രാവിലെ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ, ആമേൻ. സഹോദരങ്ങളെ,
കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ. കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിനോട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഗൗരവമാണ് ആത്മാവിൻ്റെ പ്രാർത്ഥന. ഒരുപക്ഷെ അതിനേക്കാൾ ഇച്ചിരി കൂടെ ഗൗരവമാണെന്നാണ് എൻ്റെ പക്ഷം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ മണിക്കൂറുകൾ അന്യഭാഷ പറയാൻ, സ്തോത്രം, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അന്യഭാഷയിലാണ്. കാരണം എനിക്കതാണ് ഇഷ്ടവും. അന്യഭാഷ പ്രാപിക്കാൻ ഞാൻ ഒരുപാട് ദൈവസന്നിധി കരഞ്ഞിട്ടുണ്ട്. 2 വർഷം ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന അച്ചായനും അമ്മാമ്മയും കൊച്ചുപിച്ച ആ സകലം ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ കുതിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ തണുത്ത മനസ്സോടെ ഒരു ഓരത്ത് എവിടെയോ ഇരുന്ന് ഞാൻ കരയാറുണ്ട്. കർത്താവേ, ഇതൊക്കെ എന്താ ഇവരീ പറയുന്നേ? ഇതൊക്കെ ശരിയാണോ? ശരിയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ കർത്താവിനോട് കൊതിയോടെ കരയാൻ തുടങ്ങി. ദൈവമേ, എനിക്കും ഇത് പറയണം, എനിക്കും ഇത് പറയണം. ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു ദൈവസന്നിധിയിലിരിക്കാൻ, 21 ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കാൻ സ്വർഗത്തിലെ അപ്പച്ചൻ എന്നെ സഹായിച്ചു. 7ാമത്തെ ദിവസം ഇരിക്കുന്ന ഇടത്തു നിന്ന് പന്ത് പൊങ്ങുന്നത് പോലെ ഞാൻ പൊങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഉന്നതമാകട്ടു. ഒരു സാധാരണ ഒന്നല്ല നമ്മുടെ മേൽ കർത്താവ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്യഭാഷ പറയാൻ നീ ലജ്ജിക്കരുത്, അന്യഭാഷ പറയാൻ നീ മടിക്കരുത്, ആത്മാവിൽ ആരാധിക്കാൻ നീ മടിക്കരുത്. ആരൊക്കെ എന്ത് പറഞ്ഞാലും നീ ആത്മാവിൽ ആരാധിക്കണം. നമ്മുടെ കഴിവ് കൊണ്ട് ഇത് പ്രാപിച്ചതല്ല, ഇത് നേടിയെടുത്തതല്ല, ഇത് ദൈവത്തിന്റെ ദാനമാ. ദൈവം തന്ന ദാനത്തെ ചെറുതായി കാണരുത്. കൃപ പ്രാപിച്ച ദൈവമക്കൾ അതരങ്ങൾ തുറന്ന് ആത്മാവിൽ ഇന്ന് രാവിലെയും ആത്മാവിൽ പോരാടുക. ഉടബലബലബല ദുരബലബലബല ഉടബോരഗതന ജുഡബലബലബല ദുരബോരന്തല വൈഡോരന്തല ജുഡബലബലബോ. ഇന്നും എനിക്ക് കൊതിയാണ്. ഞാൻ കർത്താവിനോട് ഇന്ന് രാവിലെയും ചോദിച്ചു, ദൈവമേ, പുതിയ ഭാഷ. 24 വർഷമായി ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങിയിട്ട്. ഇന്നും പറഞ്ഞെനിക്ക് കൊതി തീർന്നിട്ടില്ല. ഞാൻ വീട്ടിലിരിക്കുമ്പോഴും ഹല്ലേലൂയ, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വെറുതെ നിൽക്കുമ്പോഴും ഒക്കെ എൻ്റെ ഉള്ളം ആത്മാവിൽ സംസാരിക്കും. നീ അന്യഭാഷ പറയാൻ തുടങ്ങിയാണ്ടല്ലോ, നിന്റെ സ്പിരിച്വൽ ക്ലൈമറ്റ് മാറും, നിന്റെ ചിന്താമണ്ഡലങ്ങൾ തിരിയും. അവിടെയാണ് റവലേഷനുകൾ ഓപ്പൺ ആകുന്നത്, അവിടെയാണ് വചനത്തിൻ്റെ വെളിപ്പാടുകൾ തുറന്നു വരുന്നത്, അവിടെയാണ് നിന്റെ നാവിൻ്റെ മേൽ തീ കത്തുന്നത്, അവിടെയാണ് അധികാരം വെളിപ്പെട്ടു വരുന്നത്, അവിടെയാണ് കൃപാവരങ്ങളുടെ ജ്വലനം വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് രാവിലെ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പുതുനിയമത്തിന്റെ അകത്തൊരു ശുശ്രൂഷ നിനക്ക് ചെയ്യണമോ? നീ ആത്മാവിൽ പോരാടാൻ ഏൽപ്പിക്കപ്പെടുക. ഉടരവന ഹടഗദന ഹന്തരഗദന വർധന കർമ്മ വേദികദന ഉടപ്രവാ സമർത്ഥ കർമ്മ ജോനഹന്തര ജുഡയാദികദന. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ അധരങ്ങളിൽ തീ പിടിക്കട്ടെ. ഒരു വലിയ സ്വാതന്ത്ര്യം ഇന്ന് രാവിലെ ഇതിനകത്ത് ചലിക്കുന്നുണ്ട് കേട്ടോ. ആരുടെയൊക്കെയോ നാവുകളുടെ മേൽ ഇന്ന് രാവിലെ ഒരു വലിയ തീ ആത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരം ഇന്ന് രാവിലെ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ പകലിനൊരു പകർച്ച വീഴ.
ദൈവശക്തിയുടെ പകർച്ച വീഴട്ടെ, ദൈവശക്തിയുടെ പകർച്ച വീഴട്ടെ, ദൈവകൃപയുടെ പുതപ്പ് വീഴട്ടെ ഇന്ന് പകലിൽ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പുതിയത് 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 പുതിയത്. ഒരു സാധാരണ മീറ്റിംഗിൽ ഇരിക്കുന്ന പോലെ ഇന്നിരിക്കരുത് കേട്ടോ. കർത്താവിനോട് പറ, ഓരോ നിമിഷവും കർത്താവേ എന്നെ ഒന്ന് തൊടാതെ മറിച്ച് മടക്കി അയക്കരുത്, എന്നെ ഒന്ന് തൊടാതെ എങ്ങനെ മടക്കി അയക്കരുത്. എൻ്റെ നാവിനെ ഇന്ന് പകലൊന്ന് തൊടാതെ എന്നെ ഇന്ന് മടക്കി അയക്കരുത്. അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഇന്ന് രാവിലെ എന്നെ ഒന്ന് തൊടട്ടെ. ഓ, ചില രോഗികളുടെ മേൽ ഇന്ന് രാവിലെ തീ കത്തട്ടെ. ചില രോഗശക്തികൾ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ആഴിഞ്ഞു മാറുന്നു. ആരോടും പങ്കുവെക്കാൻ കഴിയാതെ നിന്റെ ശരീരത്തിൽ നീ കാലങ്ങളായി അനുഭവിക്കുന്ന ചില രോഗശക്തികൾ ഇന്ന് രാവിലെ ദൈവശക്തിയുടെ പകർച്ചയിൽ കത്തിപ്പോകുകയാണ്. അതിനെ ഉരുക്കിക്കളയാൻ ഇന്ന് രാവിലെ ഈ തീക്ക് കരുത്തുണ്ട്. ഇന്ന് രാവിലെ കൃപ പ്രാപിച്ചവന്റെ മേൽ ഈ പകല് തീ കത്തുകയാണ്. നിന്റെ നാവിലെ അധികാരം നീ അതേ ആത്മാവിൽ ആരാധിച്ചാൽ ദുർഭൂത ശക്തികൾ കീഴടങ്ങും. നീ ആത്മാവിൽ പോരാടിയാൽ പൈശാചിക ബന്ധനങ്ങൾ തകരും. നീ ആത്മാവിൽ ശാസിച്ചാൽ കാലങ്ങളായിരിക്കുന്ന കുടിയിരിപ്പുകൾ തകർന്നു. നിന്നെ പിന്തുടരുന്ന ഫറവോന്യ അധികാരങ്ങൾ ഇന്ന് രാവിലെ മുങ്ങിപ്പോകട്ടെ. ഒരു പ്രസംഗം തീർക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ ഒരു പുതപ്പ് വീഴണമെങ്കിൽ അത് വീഴണം. അത് ചിലതിൻ്റെ മേൽ ഇന്ന് പകല് വീഴണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ പകല് കൊതിക്കുന്ന ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. ആത്മാവിൽ നീ പോരാടിക്കോ. ഈ പകലിൽ ദൈവശക്തിയുടെ പകർച്ച ഇതിനകത്ത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നീ ആത്മാവിൽ കത്തിയാൽ ദേശത്ത് ചലനം നടക്കും. നീ ആത്മാവിൽ ജ്വലിച്ചാൽ ദേശത്തുനിന്ന് ജനം വിടുവിക്കപ്പെട്ടു വരും. ഇന്ന് പകൽ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ഈ ആത്മാവിന്റെ പകർച്ച വീണപ്പോഴാ വചനം പറയുന്നത് ദേശത്തുനിന്ന് ജനം ഓടിക്കൂടിയെന്ന്. ഉടൽ പ്രബദ്ധകർമ്മവാദികതന ഹടകതനകതല
Judavana Dana Dana Gataka Duraka Jana Gataka Vaidamana Gataka Duraka Jana Gatana Veda Gataka Duraka Jana Udavana Dana 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 Abhisheka Brahmikathan the Miturate Judavana Dana Dana Gataka Duraka Jana Gataka Duraka Jana Gataka Duraka Jana Gatana Vaida Veda Gataka Duraka Jana Vaidamana Gataka Duraka Ardhamana Gataka Shauda Gatana Vaidamana Gatana Hamdaradana Durya Pravasya Veda Gachaskaman Hatagadal Kanadia Judavarthana Veda Garmavadi Gadala Hatagaskamana Gadalagadaga Arthaga Pravatana Judavarthana Garmadaraga Janavartha Veda Hamshuda Garmavedi Gadal Kamana Aduragadanaga Santara Jagandaragadalagadana Udabala Bala 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 Thirabalagadaga Adaragadalagadanaga Janamatma Vidara Dichapur Yeri Hovinda Madin Hidinivana Vadana Indriavila the Atma Vidara Dicha Deshatadinda Chalanam Sambaviko Yeshuvin Namatul Dudan Mar in the Bagaliragi Chalate However Mahatam in the Riavili Patanatil Irangate Udabara Dhala 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 Rabanagadala, Hatagadana Managa, Durigadana Gadala Gadaga, Durigadala Gadana. Right Timinigadalagadana, Veda Shambabadanagadalagadaga, Udabalavo Sheregadalagadana, Vartana Probadagarma Vedigadanagadага, Samagadalagadanagadaga, Judaya Tanagarma Vedigadanagadaga, Arthaga Prabashya Vartanagarma, Judiga Chaskamanagada, Amtaragadalagadana, Vaidibirigadanagadага, Yeshubinda Nabatul, Janapanda Navagalindria, Atigaram Yabarigata. Yes, വെളിപ്പാടുകൾ തുറക്കട്ടെ പ്രവചിക്കുന്നവർ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സുവിശേഷത്തിന്റെ കൊടി പിടിക്കാൻ ചില സുവിശേഷകർ എഴുന്നേൽക്കട്ടെ ആത്മാവിന്റെ കൃപ ഉപവാസത്തിന്റെ ആരംഭ പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ ദൈവസഭയുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ Shabara Balaba Satana the Ladana Raijamana Hastudigadala Hamdaragadana Vaisharathala Gasmaitana Hilibrakatala Vaida Varagatal Gamana Hasmanagadal Garadi Gadanagadaga Shadu Gadanagadanaga Judia Shamanagadala Vadanamanagadaga Arthanamanagadanagadana Vedaga Shambavadanagadala Kalchagana Nilkada please Atma will in the Pagalilo Nelpichuadaka Judaragadanagadana Arthagadaga Saidanagadanagadana Vaidamanagadala Arthunagadaga യേശുവിന്റെ നാമത്തിൽ ഈ പകൽ മൂർച്ച കൂട്ടുന്ന പകലാണ് ആയുധത്തിന് മൂർച്ച കൂട്ടുന്നത് പോലെ ഇന്ന് രാവിലെ ആത്മാവിന്റെ പുതപ്പ് വീണവർ ഇന്ന് രാവിലെ മൂർച്ചയുള്ളവരായി മാറട്ടെ ആത്മാവിന്റെ തീ ഇന്ന് രാവിലെ അതിന്റെ ആദരങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് Udara bara dara dala dhana dhara dhala dhana dhara dhala Shubinda Mamadil, Yeshubinda 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 Mamadil, Imnariabal, Yeshubinda Mamadil, Deva Shakti Vyabarigate. Amen. 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 Amen.
Yes, 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 yes. കൃപാ കടലേ നിൻ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിൽപ്പൂ. കൃപാ കടലേ നിൻ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിൽപ്പൂ. മടങ്ങുകില്ലിന്നിവിടും നീനി ഞാൻ മടങ്ങുകില്ലിന്നിവിടും നീനി ഞാൻ. പ്രവാഹമെന്മേൽ 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 ഒഴുകിയിരുന്നാൽ പ്രവാഹമെന്മേൽ 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 ഒഴുക്കിയിടണമേ. പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ. മകളെ, രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങിപ്പോകുമ്പോൾ നമ്മോട് പറഞ്ഞത്. രണ്ട് കാത്തിരിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, പരിശുദ്ധാത്മാവിനായി. രണ്ട്, നമ്മുടെ പ്രാണനാഥന്റെ വരവിനായി. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, കാത്തിരിക്കുന്നവന്റെ മേൽ ശക്തിയെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച വീഴാതെ നമ്മുടെ കൂട്ടായ്മകൾ സജീവമാകത്തില്ല പ്രിയരെ. അഭിഷേകത്തിന്റെ കരുത്തില്ലാതെ ദൈവസഭ ബലപ്പെടത്തില്ല. ദുർബലപ്പെട്ടു പോയ പല സാഹചര്യങ്ങളുടെ നടുവിലും ജനത്തോട് ആലോചന പങ്കുവെക്കുമ്പോൾ പൗലോസ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ആത്മാവിൽ കരുത്തു പ്രാപിക്കണമെന്നാണ്. ആത്മശക്തി വീണവനെ തോൽപ്പിക്കാൻ ഒരുത്തനും കഴിയത്തില്ല. പരിശുദ്ധാത്മ ശക്തി വഹിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. പ്രിയരെ, പടക്കളത്തിൻ്റെ അകത്ത് കഴിവുള്ളവർ ഉലഞ്ഞു നിന്നപ്പോ
ആത്മധൈര്യത്തോടെ പടക്കളത്തിൻ്റെ അകത്തു ചെന്ന് മുമ്പിൽ നിൽക്കുന്ന പ്രതിയോഗിയോട് ഹല്ലേലൂയ ശക്തിയോടെ പ്രതിരോധിച്ചു നിൽക്കാൻ ദാവീദിനെ ശക്തീകരിച്ചത് തൻ്റെ മേൽ വീണ അഭിഷേകം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എപ്പോഴോ ഞാൻ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ല, ഞാൻ ആരുമായിട്ടോ ദൂത പങ്കുവെച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നത്, ചേട്ടന്മാർ പടക്കളത്തിനകത്ത് യുദ്ധം അഭ്യസിക്കുമ്പോൾ വനാന്തരത്തിനകത്ത് യുദ്ധം അഭ്യസിപ്പിച്ച ഒരു ദൈവത്തെക്കുറിച്ച് ദാവീദിന് പറയാനുണ്ട്. ആ രഹസ്യം അപ്പൻ അറിഞ്ഞില്ല, ആ രഹസ്യം സഹോദരന്മാർ അറിഞ്ഞില്ല. പകരം ഹല്ലേലൂയ ഒരു പിറച്ചെറുക്കനെന്ന ഒരു ബാല്യച്ചെറുക്കനെന്ന ദാവീദിനെ നോക്കി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അതേ ഹല്ലേലൂയ വിധി എഴുതുന്ന ശൗലിനോട് ദാവീദ് പറഞ്ഞു, ഞാൻ ചെറിയവനെന്ന് തോന്നണ്ട രാജാവേ, കാരണം ഏട്ടന്മാർ പടക്കളത്തിനകത്ത് അഭ്യാസനം നടത്തുമ്പോൾ വനാന്തരത്തിനകത്ത് സിംഹത്തോട് പൊരുതിയാണ് സ്വർഗമെന്നെ യുദ്ധം പഠിപ്പി. ഞാൻ യുദ്ധം ചെയ്തത് മനുഷ്യരോടല്ല, ഞാൻ യുദ്ധം ചെയ്തത് സിംഹത്തോടാണ്, ഞാൻ യുദ്ധം ചെയ്തത് കരടിയോടാണ്. ഇന്ന് രാവിലെ ആരും അറിയാതെ എവിടൊക്കെയോ നിന്നെ കഴിവില്ലാത്തവരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നിന്റെ പ്രതിസന്ധികളുടെ ദുർമേടുകൾക്കകത്ത് നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവകരമുണ്ട്, നിന്നെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവകരമുണ്ട്. വചനം പറയുന്നു, പോരിനായി എൻ്റെ വിരലുകളെയും യുദ്ധത്തിനായി എൻ്റെ കൈകളെയും ബലപ്പെടുത്തുന്ന അഭ്യസിപ്പിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് രാവിലെ പ്രവചിക്കുകയാണ്, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം, നിന്നെ കരുത്തരാക്കുന്ന ഒരു ദൈവം ഈ പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ വന്ന ദൂതൊന്നുമല്ല കേട്ടോ ഇത്. പക്ഷേ ഇന്ന് രാവിലെ ഇവിടെ കർത്താവ് വന്നിട്ടുണ്ട്. അവിടുത്തെ സാന്നിധ്യം ഇന്ന് രാവിലെ ജനത്തെ തൊടുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആ സാന്നിധ്യത്തിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറും, നിങ്ങളുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ മാറും. ഇവിടെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാവിലെ ഹല്ലേലൂയ പ്രൈസ് ഒരു പ്രാർത്ഥനയുടെ ശീലത്തിലേക്ക്, ഒരു പ്രാർത്ഥനയുടെ വെളിപ്പാടിലേക്ക് ദൈവാത്മാവിൽ നമുക്കൊന്ന് നയിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ പ്രാർത്ഥനയിൽ ഉണരാൻ നീ തയ്യാറായാൽ ഈ തലമുറയിൽ ചില ദൈവപ്രവൃത്തി നിന്റെ മേൽ കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന് ഇന്ന് രാവിലെ ചിലത് ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ ആത്മാവിലെ നിയോഗത്തെ സ്വീകരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ പുതപ്പെന്റെ മേൽ വീഴട്ടെ, ആ നിയോഗം ഈ ജനത്തിന്റെ മേൽ വീഴട്ടെ. ഇന്ന് രാവിലെ ഈ സഭയുടെ മേൽ ആ നിയോഗത്തിന്റെ പുതപ്പ് വീഴുന്നതിന് നന്ദി പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഉപവാസത്തിന്റെ ആരംഭ പകലിൽ തന്നെ ആ ദൈവകൃപയുടെ ശക്തി ഇന്ന് രാവിലെ ഈ ദൈവസഭയുടെ മാൻഡിലിനെ തിരിക്കട്ടെ. കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ആമേൻ. ഞാൻ മടങ്ങി വരാം. അപ്പോൾ ഈ ബെഥെസ്ദാ കുളത്തിൻ്റെ കടവിൽ ഒരു വലിയ കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുന്നു. വെള്ളത്തെ ഇളക്കുന്നത് മാനുഷിക സംവിധാനങ്ങളല്ല, അത് പറഞ്ഞ നമ്മൾ പോയതങ്ങോട്ട്. വെള്ളത്തെ ഇളക്കുന്നത് സ്വർഗീയ സംവിധാനം. ചില നാളുകൾക്ക് മുമ്പ് 2020 എൻ്റെ ഓർമ്മ, കൊറോണയുടെ പീക്ക് ടൈമിൽ മീറ്റിങ്ങുകളൊന്നുമില്ല, അധിക സമയം പ്രാർത്ഥനാ മുറിയിലാണ്. എൻ്റെ ഫാസ്റ്റിങ്ങുകളുടെ ദിവസങ്ങളായിരുന്നു ആ സമയങ്ങളിൽ. പല സമയങ്ങളും 40, 21, 7 ഒക്കെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിക്കാൻ ആ സമയങ്ങളിൽ കർത്താവ് കൃപ തന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാനൊരു ദിവസം ഒരു കാഴ്ച ഞാനിങ്ങനെ കണ്ടത്, പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അറിയപ്പെടുന്ന ചില ആളുകൾ, അറിയപ്പെടുന്ന പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ
അതാണല്ലോ അറിയപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം അറിയുക എന്നുള്ളത് വലിയ ബേർഡനുള്ള കാര്യം അല്ല പലരുടെ ഉള്ളിലും. ലോകമറിയണം, അതാണ് ആളുകളുടെ ഉള്ളിലെ താല്പര്യം. അതിനു വേണ്ടിയുള്ള ബദ്ധപ്പാടും ശ്രമങ്ങളുമാണിന്ന് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലതാ. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളെ കർത്താവിനെ കാണിച്ചു. അപ്പം ഞാൻ കണ്ടത് ഒരു യൂത്തിൻ്റെ ഒരു മീറ്റിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു യൂത്തിൻ്റെ മീറ്റിംഗ്, കുറേ യൗവനക്കാർ ചെറുപ്പക്കാരെയാണ് ഞാൻ കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി വന്നിരിക്കുന്നത് ഒരു ഐലൻഡിലാണ്. 4 ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡിലാണ് ഇവർ വന്ന് നിൽക്കുന്നത്. അവിടെ എന്തോ ഒരു യൂത്ത് ക്യാമ്പ് പോലെ എന്തോ ഒരു കാര്യം നടക്കുക. ക്യാമ്പ് ഞാൻ കാണുന്നില്ല, പക്ഷേ ഞാൻ അതിനകത്ത് 2 ഫേമസായ 2 ദൈവദാസന്മാരെ ഞാൻ അതിനകത്ത് കണ്ടു. അപ്പം ഞാനും അതിനകത്ത് ചെന്ന് നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഭയങ്കരമായി ഇവർ ഈ ആളുകളുടെ മേലെല്ലാം കൈവെക്കുന്നു. ഞാൻ കുറച്ച് ദൂരെ മാറി നിൽക്കുക. ആളുകളുടെ മേൽ കൈവെക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിരയിളകുന്നു. ഈ കൈവെക്കുമ്പോൾ തിരയിളകുക. പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അവിടെ തന്നെ നിൽക്കുക. പെട്ടെന്ന് ഞാനിങ്ങനെ മാറി ഒരു പ്രതികരണമില്ലാതെ നിൽക്കുമ്പോൾ അതിലൊരാൾ, എനിക്ക് പരിചയമുള്ള ആളാണ്, അദ്ദേഹം വേഗം വന്ന് എൻ്റെ മേൽ കൈവച്ചു. എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ മേൽ നിന്ന് കൈയെടുത്തു മാറ്റി. വീണ്ടും ആ സഹോദരങ്ങളിൽ ആരുടെയോ മേൽ കൈവച്ചപ്പോൾ വീണ്ടും ഈ തിരയിളകാൻ തുടങ്ങി. തിരയിളകി ഈ ദ്വീപിനകത്തേക്ക് ഈ തിര തള്ളിക്കയറുക. പെട്ടെന്ന് ഞാൻ ഒരു എഴുത്ത് എഴുതി വരുന്നത് ഞാൻ കാണുവാണ്. ഞാൻ കാണുന്ന എഴുത്ത് ആർട്ടിഫിഷ്യൽ എന്നാണ്. ആർട്ടിഫിഷ്യൽ. ഇങ്ങനെ ഒരു വെളിപ്പാട് കണ്ടാണ് ഞാൻ അന്ന് രാവിലെ എഴുന്നേൽക്കുന്നത്. എനിക്ക് വളരെ അടുത്ത് സഹകരിക്കുന്ന എൻ്റെ ഒരു മെൻ്ററായിരിക്കുന്ന ഒരു ദൈവമനുഷ്യനോട് ഞാൻ ഈ ദർശനം പങ്കുവച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനൊരു നീക്കം നടക്കും, പക്ഷെ അത് മാനുഷികമാണ്, അതിൽ കൈവെക്കരുത്, അതുമായി ബന്ധപ്പെട്ടുള്ള വിളികൾ വരും, പക്ഷേ അതിനകത്ത് പോകരുത്, അത് മാനുഷികമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എന്താ പറഞ്ഞു വന്നെന്നറിയാം? ഇത് അന്ത്യകാലഘട്ടമായതുകൊണ്ട് ആരെ തെറ്റിക്കണമെന്ന് പിശാച് ഉന്നം വെച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള പല ഇളക്കങ്ങളും പല ചലനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ തിരിച്ചറിയുന്ന ദൈവമക്കൾ, ഇവിടെ എന്ന് പറഞ്ഞത് ഈ ചർച്ചിലല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. UK നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ തിരിച്ചറിവുള്ളവരായി മുൻപോട്ട് പോയില്ല എങ്കിൽ നമ്മൾ വലിയ തകർച്ചകളിലേക്കും തകരാറുകളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഇപ്പോൾ കേട്ടോ, ദൈവാത്മാവ് ദൂത് പറഞ്ഞ കേട്ടോ, എണ്ണ നിറച്ചുകൊള്ളുക, കർത്താവിൻ്റെ വരവ് കണ്ടോ, കേട്ടോ? അത് ആ സഹോദരിയല്ല പറഞ്ഞത്, അത് പ്രവചിച്ചതാ പരിശുദ്ധാത്മാവ്. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽപ്പിച്ച് ദൈവം സംസാരിക്കുക. ആമേൻ. ഇന്ന് പകലിൽ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, സമയം അതിക്രമിച്ചു. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ എപ്പോഴുമല്ല, തിരക്കായി പട്ടണത്തിൽ നമ്മൾ ജോലി ചെയ്യാൻ വന്നതാ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, കുടുംബത്തിൻ്റെ ഭാവി എല്ലാം നല്ലതാ, ദൈവം തന്നതാണല്ലോ എല്ലാം. പക്ഷെ ദൈവസന്നിധി കൊടുക്കാൻ സമയം കണ്ടെത്തണം, ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നമുക്ക് എല്ലാറ്റിനും സമയം കിട്ടും, പക്ഷേ നമുക്ക് സമയം കിട്ടാത്തത് പ്രാർത്ഥനയ്ക്കാണ്. പക്ഷെ ഞാൻ പറയും,
പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടത്തില്ല. സമയം കണ്ടെത്തണം. പ്രാർത്ഥനയ്ക്ക് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ നാം സമയം കണ്ടെത്തിയാൽ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാധ്യത നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടും. ഹല്ലേലൂയ. കരമുയർത്തിയൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. പണ്ട് ഞാനിരുന്ന സഭയിൽ ഇതുപോലെ ഉപവാസങ്ങളും പ്രാർത്ഥനകളുമാണ് മിക്കവാറും. അപ്പോൾ അതിലൊരു അച്ചായൻ, ആ അച്ചായൻ്റെ വൈഫിനോട് പറയുക, പാസ്റ്റർക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഇന്ന് നമുക്ക് പോകണമെന്ന്. പാസ്റ്റർക്ക് ഒരു പണി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പലർക്കും പണിയുള്ളത്. ഗ്ലോറി. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. അഭിഷിക്തൻ കരഞ്ഞു ഉപവസിച്ചും നിലവിളിച്ചും ദൈവസന്നിധി വീണ് കിടക്കുന്നതാണ് നമ്മുടെ വിജയം. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവാസിനെ എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല, പക്ഷെ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. വേറെ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾ വിജയിച്ചു. ഞാൻ ദീർഘകാലങ്ങൾ പ്രയർ ടവറിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയുടെ ഗൗരവത്തെക്കുറിച്ച് ഇച്ചിരിയൊക്കെ ഒരു പ്രകാശനമുണ്ട്. പ്രാർത്ഥിക്കാൻ ഒരുവൻ നമുക്കുണ്ടേ പ്രിയരെ, നീ പല പ്രതിസന്ധികളെ നീ അതിജീവിച്ച് കയറും. ഈ ദൈവസഭ ഒരു ദൈവ പദ്ധതിയുള്ള കൂട്ടമാണ് കേട്ടോ. ദൈവത്തിന് ഈ കൂട്ടായ്മയെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കർത്താവ് ഇതിനകത്ത് ചിലതിനെ കൊണ്ടുവരും. നമ്മൾ എണ്ണത്തിൻ്റെ പെരുപ്പം നോക്കണ്ട, ഉള്ളത് കരുത്തരായാൽ മതി. അതുകൊണ്ട് കരുത്തുള്ളൊരു കൂട്ടം കയറാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ചില കോട്ടകൾ, ഞാൻ ഈ സഭയെ നോക്കി ഒരു വെളിപ്പാട് വിളിച്ചു പറയാം. ആത്മാവ് തരുന്ന ഒരു പ്രവചന ശബ്ദം. ദാവീദ് സിയോൻ കോട്ട പിടിച്ചത് കരുത്തരെ കൊണ്ടല്ല. ദാവീദ് സിയോൻ കോട്ട പിടിച്ചത് ഹല്ലേലൂയ ദുർബലന്മാരെ കൊണ്ട്, കഴിവില്ലാത്തവരെ കൊണ്ട്. ഞാൻ പറയും, ഈ ദേശത്തെ പിടിക്കാൻ ആത്മാവിന് ഈ കൂട്ടായ്മയെ കുറിച്ച് പദ്ധതിയുണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഈ ദേശത്തൊരു വലിയ ചലനം നടക്കാൻ പോകുകയാണ്. ആത്മാക്കളെ ദൈവം തരും. വലിയ ദൈവപ്രവർത്തി ആലയത്തിനകത്ത് വെളിപ്പെട്ടു വരും. ആരാ വിശ്വസിക്കുന്നേ? വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാവിലെ ആ ദൂതേറ്റെടുത്തു. ഉടമന അതനമനഗജലഗദന വൈഡമാനക ശബ്ദന അർദ്ധകരഗദലഗദന വൈഡിവിരിഗദന. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ സമയം മുൻപോട്ട് പോയി, നമ്മൾ അറിഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പൊ ഇവിടെ ഈ കുളത്തെ ചലിപ്പിക്കുന്നത് മാനുഷികമായ സംവിധാനങ്ങൾ അല്ല. ദൈവസഭയിൽ മാനുഷികമായ സംവിധാനങ്ങളാകരുത് ദൈവസഭയെ നടത്തേണ്ടത്. ദൈവം മനുഷ്യരെ ആക്കി വച്ചിരിക്കുന്നേ, പക്ഷേ അവിടെ മനുഷ്യരെ ആക്കി വച്ചിരിക്കുമ്പോഴും ആത്മനിയോഗം വേണം സഭയെ നടത്താൻ. അത് പ്രാർത്ഥനാമുറിയിലാണ് പകരപ്പെടുന്നത്. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് പങ്കുവെക്കുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് ദൈവഹൃദയം പങ്കുവെക്കാനുള്ള ഇടമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ആ പങ്കുവെക്കപ്പെടൽ നടക്കണം. അതാണ് കൂട്ടായ്മ. അല്ലേ? അല്ലേ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക്, കൊടുക്കുകയും ചെയ്യണം. നിങ്ങളിവിടെ ഇല്ലേ? നമ്മുടെ പലരുടെയും കുഴപ്പം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പണ്ട് ആരോ പറഞ്ഞ പോലെ തൂമ്പയുടെ സ്വഭാവമാണ് നമ്മുടെ പലരുടെയും. പലരും ആലയത്തിലേക്ക് ഓടിക്കയറുന്നത് പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടിക്കയറുന്ന സൂപ്പർ മാർക്കറ്റിൽ കയറുന്ന പോലെയാണ്. അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? എനിക്ക് നല്ല ഓർമ്മക്കുറവുള്ളതുകൊണ്ട് എൻ്റെ ഭാര്യ എല്ലാം എഴുതി തന്നു വിടും എനിക്ക്. എന്നതുപോലെ ലിസ്റ്റായിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനാ റൂമിലേക്ക് കയറി വരുന്നത്. പക്ഷേ നമ്മൾ കർത്താവിന് കൊടുക്കണം. എൻ്റെ പൊന്നോ, കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ ദിവസങ്ങൾ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് സമയം കൊടുക്കണമെന്നാണ് കേട്ടോ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ സമയം കണ്ടെത്തണം പ്രിയരെ. കർത്താവിന് കൊടുക്കണം.
കർത്താവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മളെ കൊടുക്കണം. കർത്താവിന് വേറെ ഒന്നും കൊടുത്തിട്ട് കർത്താവിനെ പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ. കർത്താവിന് വേണ്ടത് നമ്മളെയാണ്. അതുകൊണ്ട് കൊർന്നലിയോസിൻ്റെ വീട്ടിൽ വന്നിട്ട് യേശു പറഞ്ഞത്, കൊർന്നലിയോസേ, നിന്റെ ദാനവും ധർമ്മവും നിന്റെ പ്രാർത്ഥനയും എല്ലാം എവിടെ എത്തി? നിങ്ങളെന്താ മിണ്ടാത്തെ? സ്വർഗത്തിലെത്തി. പക്ഷേ എനിക്കതല്ല വേണ്ടത്, നീ എത്തണം. ആമേൻ. ഇതല്ല എത്താന്ന് പറയുന്നത് എളുപ്പമാണ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ നാം എത്താന്ന് പറയുന്നതാണ് ഗൗരവം. ദൈവമക്കളെ, നമുക്കെത്തണം. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും യേശുപ്പ വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ? ആരോ പറഞ്ഞു, നാട്ടുകാർ കവളമടൽ വെട്ടി അടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളിതൊക്കെ പ്രസംഗിച്ച് എല്ലാവരോടും നീ മാനസാന്തരപ്പെടണം, നീ രക്ഷിക്കപ്പെടണം, അവരൊക്കെ പോയി. നമ്മളിങ്ങനെ കാറ്റാടി പോലെ ഇരുന്ന. എനിക്ക് ഭയങ്കര ഭയമായി ദിവസങ്ങളിൽ. പ്രിയരെ, എൻ്റെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലെല്ലാം ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതത്തിൻ്റെ പോരായ്മകൾ, ജീവിതത്തിൻ്റെ കുറവുകൾ, എവിടെയാ കർത്താവിൻ്റെ വരവിന് തടസ്സമായി നമ്മളെ ചേർക്കാൻ, എവിടെയാ തടസ്സം? നമ്മൾ ചിന്തിക്കണ്ടോ അത്? പിന്നെ പാസ്സൊന്നും മിണ്ടാതിരി, ഞങ്ങളിവിടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയുടെ അപ്പോഴാണ് കർത്താവിൻ്റെ വരവ്. സ്തോത്രം. ചിലരൊക്കെ അറിയുമെന്ന് പോലും അറിയില്ല കർത്താവിൻ്റെ വരവ്. ആമേൻ. അവിടെ ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കൈവിടപ്പെട്ടവരുണ്ട്. എൻ്റെ പൊന്നോ, നമ്മളതൊക്കെ വല്ലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതൊക്കെ ചിന്തിച്ചാണ്ടല്ലോ നമ്മൾ ഒരു പരിപാടിക്കും പോകത്തില്ല. നമ്മൾ ഗുണപ്പെടാൻ അതൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഒരു പ്രവാചകനും വന്ന് തലയെ കൈവച്ച് മാനസാന്തരപ്പെടാൻ പറയൊന്നും വേണ്ട, വചനം വായിച്ചാൽ മതി. അത് വായിപ്പിക്കത്തില്ലല്ലോ നമ്മളെ. ഹല്ലേലൂയ. ചിലരുടെയൊക്കെ ബൈബിള് പുതിയ ബൈബിൾ പോലെ ഇരിക്കുന്നത്, എടുത്താലല്ലേ ഇതൊക്കെ. ഞാൻ ബൈബിൾ നോക്കിയിട്ട് പറയാം നിങ്ങൾ ഏറ്റവും അധികം വായിക്കുന്ന ഭാഗം ഏതാണ്. ചിലരൊക്കെ 91 സങ്കീർത്തനം ഇങ്ങനെ മുഴച്ച് മറ്റേ മല പോലെ ഇരിക്കുന്നത്. കാരണം ആകെ വായിക്കുന്നത്, ആരോ പറഞ്ഞു കൊടുത്തു പിശാച് വരുന്നതിന് മുമ്പ് ഈ പാരമ്പര്യത്തിൽ കിടക്കുമ്പോൾ 91 സങ്കീർത്തനം വായിച്ച പിശാച് ആരാന്ന് ആർക്കറിയാം. യേശുവിൻ്റെ അടുക്ക പോലും പിശാച് വന്ന വചനവും പറഞ്ഞുകൊണ്ടാ. നമ്മൾ വായിക്കണം, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം പ്രിയരെ. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് എഴുന്നേക്കാം എല്ലാവരും. സമയം വളരെ മുൻപോട്ട് പോയി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. പ്രസംഗം കേൾക്കാൻ വന്നവർ നിരാശപ്പെട്ടാട്ടോ പോകുന്നേ. പക്ഷെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ വന്ന ചിലതിനെ ദൈവത്തോട്ടിട്ടുണ്ട്. എനിക്ക് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് പ്രസംഗിക്കുന്നവൻ ഇറങ്ങി നിൽക്കുന്നത്. എനിക്ക് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്നതിനേക്കാൾ വേറെ വലുതൊന്നുമില്ല. ഞാൻ വീണ് കിടന്നിട്ടുണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഒരു സ്പർശനത്തിന് വേണ്ടി. എനിക്കറിയാം ഒരു പ്രസംഗത്തിന് വഴിതിരിക്കാൻ കഴിയാത്തിടത്ത് സാന്നിധ്യത്തിന് വഴിതിരിക്കാൻ കഴിയും. പർവ്വതത്തിൻ്റെ മുകളിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവം ആരെന്ന് മോശ അറിഞ്ഞതാ. ദൈവത്തെക്കുറിച്ച് മോശയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. മോശ ഒരുപാട് ദൈവപ്രവൃത്തികളെ കണ്ടു. തൻ്റെ കയ്യിലിരിക്കുന്ന വടി മോശയ്ക്കറിയാം, അത് അത്ഭുതങ്ങളുടെ വടി, അത് ദൈവത്തിൻ്റെ വടിയാണ്. പക്ഷെ ഇതെല്ലാം അറിയാവുന്ന മോശ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല എങ്കിൽ. മോശയോട് ചോദിച്ചേ, മോശേ, നിങ്ങൾ ഏറ്റവും വിലപ്പെട്ടതായി കാണുന്നത് എന്താ? വടിയാണോ? അല്ല, വടിയല്ല. കൽപ്പലകയാണോ? കൽപ്പലകയുടെ ഗൗരവം അറിയാതെ പോയത് കൊണ്ടല്ലേ അത് എറിഞ്ഞുടച്ചത്. പക്ഷെ കർത്താവ് പിന്നെയും മോശയ്ക്കത് കൊടുത്തു കേട്ടോ. പക്ഷെ മോശ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞത് ഇവിടെയാ. കർത്താവേ, സാന്നിധ്യം, ദൈവ സാന്നിധ്യമായി ഏറ്റവും വലുത് കേട്ടോ. നിന്റെ ജീവിതത്തിൻ്റെ പല ക്രൈസിസുകളിലും നിന്നെ ഉറപ്പിച്ച് നിർത്തിയത് ആ സാന്നിധ്യമാണ്. ആരൊക്കെയോ നിന്നോട് പറഞ്ഞില്ലേ,
നീ തീർന്നെന്ന്, നീ തകർന്നെന്ന്. അവിടെ നിന്നെ പൊതിഞ്ഞൊരു സാന്നിധ്യമില്ലേ? പത്രോസിന്റെ ഭാഷയെ പറഞ്ഞാൽ അന്ത്യകാലത്ത് വെളിപ്പെടാൻ പോകുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി. ഓ, അതെന്തു ദൂതാ പ്രിയരെ! അന്ത്യകാലത്ത് ഒരുങ്ങിയിരിക്കുന്ന, വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ കാക്കപ്പെടുന്നു. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിനാൽ കാക്കുന്നു. ഓ, നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവില്ലേ, അത് നിന്നെ സൂക്ഷിക്കുന്നു. ഓ റബലബ ശധനരദലഗദന ഹടഗദലഗദൽകമന. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ കർത്താവിനെ നമുക്ക് തന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോഴോ അവൻ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ പകർച്ച നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നത് നമുക്ക് അവൻ തന്ന പരിശുദ്ധാത്മാവിനാലാ പ്രിയരെ. അതുകൊണ്ട് ഇന്ന് പകലിൽ ആത്മാവിന് ഗൗരവം കൊടുക്കുക. പരിശുദ്ധയാത്മാവിൻ്റെ ജീവിതത്തിന് ഗൗരവം കൊടുക്കുക. ഒരു റിയൽ ലൈഫിലേക്കൊന്ന് വരാൻ. അഭിഷേകം എന്ന് പറയുന്നത് കേവലം ആലയത്തിൻ്റെ അകത്ത് നമ്മൾ കാട്ടിക്കൂട്ടുന്നൊരു പ്രതികരണം മാത്രമല്ല. ആത്മാവിൽ ജയകരമായി നമ്മെ ജീവിപ്പിക്കാൻ, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരാത്മശക്തി നമ്മുടെ അകത്തിന്ന് രാവിലെ പകരപ്പെട്ടിട്ടുണ്ട്. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ അത് അത്യന്ത ശക്തിയാണ്. ഇന്ന് രാവിലെ അത് പകർന്നിരിക്കുന്നത് മൺകൂടാരങ്ങളിലാണ്. അത് നമ്മുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഇന്ന് രാവിലെ വേറൊരുവൻ നമുക്ക് ദാനം തന്നിരിക്കുകയാ. അങ്ങനെയെങ്കിൽ നമ്മൾ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ ഉപവാസത്തിന്റെ ആരംഭ പ്രഭാതത്തിൽ ഇന്നു മുതൽ ആത്മാവിന്റെ ഒരു പ്രാർത്ഥന നമ്മളിൽ ഉയരട്ടെ. ആത്മാവിന്റെ ഒരു പോരാടൽ നമ്മളിൽ ഉയരട്ടെ. ആത്മാവിന്റെ ഒരു നിറവ് നമ്മളിൽ വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് രാവിലെ ചിലത് നമുക്ക് മുമ്പിൽ കീഴടങ്ങട്ടെ. ആത്മനിറവിൽ നീ എഴുന്നേറ്റാൽ അധികാരങ്ങൾ നിനക്ക് മുമ്പിൽ വിറയ്ക്കും. ഞാൻ ഈ പ്രാരംഭത്തിൽ പ്രവചിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ആത്മാവ് തന്നൊരു നിയോഗം ഇതാണ്. ഈ ബലത്തോടെ നിങ്ങൾ മടങ്ങിച്ചൊന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ കയറണം. അടുത്ത ദിവസങ്ങളിലെ പ്രാർത്ഥനകൾക്കകത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നമ്മൾ കാണും. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചു പ്രാർത്ഥിച്ചേ. റാബൽഖന ജുഡവർദ്ധന ഗർഭവാദി അതുരമദനഗജല ഹടഗസ്മനി